أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. فإن استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, ഈ ചർച്ച നിയന്ത്രിക്കുന്ന ജനാബ് കാക്കിരി, സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജമാഅത്തെ ഇസ്ലാമി കാർക്കുൺ ഹൽക്ക കക്കാട് യൂണിറ്റും കേരള നദ്വത്തുൽ മുജാഹിദീൻ കക്കാട് യൂണിറ്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള ഒരു വൈജ്ഞാനിക ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ സംഘാടകർ ജനാബ് മുഹമ്മദ് കക്കാടും ഈ വിനീതനുമാണ്, ഷംസുദ്ദീൻ ചെറുവാടി. ഈ രണ്ട് സംഘടനകളുടെയും പേരിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നു വന്ന ചില പരിപാടികളാണ് ഞങ്ങളെ ഈ ഒരു ചിന്തയിലേക്ക്
നയിച്ചത്. ഇരുഭാഗത്തു നിന്നുള്ള പണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ച് പരിമിതമായ ഒരു സദസ്സിന് മുമ്പാകെ നല്ല നിലയിൽ ഒരു വൈജ്ഞാനിക ചർച്ച സംഘടിപ്പിക്കുന്നത് പുണ്യകരവും പ്രയോജനകരവുമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. വിവരം ബന്ധപ്പെട്ട സംഘടനകളോട് സംസാരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കാർക്കുൺ ഹൽക്ക കക്കാട് യൂണിറ്റും കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെയും കക്കാട് ശാഖാ കമ്മിറ്റികൾ ഈ അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുകയും ഇതിന് തയ്യാറാവുകയും ചെയ്തു. തുടർന്ന് ഇരു സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരും ഞങ്ങളും കൂടിയിരുന്ന് ഈ രീതിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ട് ഭാഗത്തുനിന്നുമുള്ള പണ്ഡിതന്മാരും ഞങ്ങളുടെ സതുദ്യമത്തോട് യോജിക്കുകയും വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ സസന്തോഷം സമ്മതിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചർച്ചാ വിഷയം ഇബാദത്ത്, അർത്ഥവും വ്യാപ്തിയും എന്നുള്ളതാണ്. ഇരുവിഭാഗവും ഞങ്ങൾക്ക് എഴുതി തന്ന പ്രകാരം ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് വിശുദ്ധ വാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ് അറബിയിൽ അർത്ഥം. പ്രസ്തുത വാക്യത്തിലെ മഅബൂദ് എന്നതിൻ്റെ മസ്ദർ ആണ് ഇബാദത്ത് എന്നത്. ഇബാദത്ത് എന്ന പദത്തിന് ത്വാഅത്ത്, അനുസരണം, ഹുളൂ, തദല്ലുൽ അഥവാ വിധേയത്വം, വിനയം, ആരാധന എന്നിങ്ങനെ മൂന്നർത്ഥവുമുണ്ട്. ഈ മൂന്നർത്ഥവും ഇലാഹ് എന്നതിൻ്റെ അർത്ഥകൽപ്പനയിൽ ഉൾപ്പെടും. അത് അതിൻ്റെ അർത്ഥത്തിൽ പരിഗണിക്കുകയും വേണം. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിഭാഗം പറയുന്നത് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചാൽ മുവഹിദായിത്തീരുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചാൽ മുശ്രിക്കായിത്തീരുന്നതുമായ ഇസ്ലാമിൻ്റെ മൗലിക സാങ്കേതിക ശബ്ദമായ ഇബാദത്തിന് മലയാളത്തിൽ ഏറ്റവും യോജ്യമായ സാങ്കേതിക ഭാഷ്യം ആരാധന എന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേദിയിലുള്ള പണ്ഡിതന്മാരുടെ ചർച്ചയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയപ്പെട്ട സദസ്സിന് അത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവസരവും മാത്രമാണുള്ളത്. പരിപാടി നിയന്ത്രിക്കുന്നവർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. നാം എല്ലാവരും കേൾവിക്കാരാണെന്ന് അർത്ഥം. പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടുകാരനും എല്ലാവർക്കും സുപരിചിതനുമായ ജനാബ് കാക്കിരി അബ്ദുള്ള സാഹിബാണ്. പരിപാടി പൂർണ്ണമായും സൗഹാർദ്ദപരവും അച്ചടക്കത്തോടും കൂടി നടത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള സന്മനസ്സും വിശാല മനസ്കതയും ഈമാനും കൊണ്ട് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകാൻ സസന്തോഷം സമ്മതിച്ച ജനാബ് കാക്കിരി അബ്ദുള്ള സാഹിബിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വൈജ്ഞാനിക ചർച്ചയിൽ വിഷയം അവതരിപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനാബ് അബ്ദുൽ ഹസീബ് മദനി അവർകൾ, അതുപോലെ KP സക്കരിയ, NV സക്കരിയ സാഹിബ്,
ജനാബ് അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ, അതേപോലെ ജമാഅത്തെ ഇസ്ലാമി കാർക്കുൺ ഹൽക്ക കക്കാട് യൂണിറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനാബ് EN ഇബ്രാഹിം മൗലവി, ജനാബ് അബ്ദുള്ള ദാരിമി, EN അബ്ദുൾ റസാഖ്, ജനാബ് മുഹമ്മദ് മാളിയേക്കൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. അതോടൊപ്പം ഇരു സംഘടനാ പ്രതിനിധികൾ ജനാബ് KCC മുഹമ്മദ് അൻസാരി, അതേപോലെ KK മുഹമ്മദ് ഇസ്ലാഹി, ഇവർക്കും ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം ചർച്ച കേൾക്കുന്നതിനും കാര്യങ്ങളെ ഹൃദ്യസ്ഥമാക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരന്മാർക്കും സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇനി ജനാബ് കാക്കേരി അബ്ദുള്ള സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അതിന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിൽ കിറാം. പ്രിയമുള്ളവരെ, സദസ്സ് ധന്യമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു പറ്റം എൻ്റെ ഗുരുക്കന്മാരാണ്. സാമാന്യം വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. സമയം താമസിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. ഈ വിവരമുള്ള സദസ്സിനോട് പ്രത്യേകമായി എനിക്കൊന്നും തന്നെ പറയാനില്ല. ഉയർന്ന മാന്യത അവസാനം വരെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അതുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ചില കുട്ടികളുണ്ട്, അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയാണ്. നിങ്ങളൊക്കെ ഏതെങ്കിലും ഓരോ പക്ഷത്തിൻ്റെ ആളുകളായിരിക്കും. അതിന് മസിൽ പിടിച്ച് പ്രഷർ വർദ്ധിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ ഭാഗം വിജയിച്ചു കൊള്ളട്ടെ എന്ന ഒരു മനസ്സ് എല്ലാവരും ഒരു 4 മണിക്കൂറിന് സമ്പാദിക്കണം. അതല്ലെങ്കിൽ ആരെങ്കിലും പ്രഷർ കൂടി മറിഞ്ഞു വീണാൽ അവരെ എന്ത് ചെയ്യണമെന്ന് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കുന്നവരെ അവിടെ കിടക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാം കമ്മിറ്റി തീരുമാനമെടുത്താണ് നീങ്ങുന്നത്. പിന്നെ സ്റ്റേജിൽ എന്ത് തന്നെ സംഭവിച്ചാലും അത് നോക്കാൻ ഇവിടെ ആളുണ്ട്. അധ്യക്ഷൻ്റെ അരിയത്ത് വല്ല പാകപ്പിഴവുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ മുങ്കർ നക്കീറായി 2 ആളെ ഇരുത്തിയിട്ടുണ്ട്. എന്ത് അപാകതയുണ്ടെങ്കിലും അപ്പോൾ തന്നെ അവകാശം അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സ്മൂത്തായി നല്ല രീതിയിൽ ധന്യമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഇത് ഒരു നല്ല കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. പല വാദപ്രതിവാദത്തിലും നേരിട്ട് ഇടപെടേണ്ട അവസരം വന്നിട്ടുള്ള എനിക്ക് മനസ്സിലായത്, കുറേ ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇത് കാരണമാവുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതും അതുപോലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ഉപാധിയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തിനെ ഞാൻ ക്ഷണിക്കും. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്, എല്ലാവരും ഓഫാക്കി വെക്കണം ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ. പിന്നെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞിട്ടില്ല പോലും. ജമാഅത്തെ ഇസ്ലാമിയുടെയും കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെയും ഈ അഭിപ്രായ വ്യത്യാസം കക്കാട് യൂണിറ്റിനെ പ്രതികരിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത്, 2 കക്ഷികളുടെയും. അതുകൂടി ശ്രോതാക്കൾ മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു
ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സമാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരെ, കക്കാട് ജമാഅത്തെ ഇസ്ലാമി കാർക്കുൻ ഹൽക്കയും കേരള നദ്വത്തുൽ മുജാഹിദ് യൂണിറ്റും സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ, ഒരു വൈജ്ഞാനിക ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സന്ദർഭം ലഭിച്ചത് സന്തോഷകരമായ ഒരു അനുഭവമായി ഞങ്ങൾ കരുതുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ചർച്ച മുന്നേറേണ്ടത് എന്നതിനാൽ തീർച്ചയായും ഈ ചർച്ച പ്രയോജനം ചെയ്യും എന്ന് കരുതുകയും ചെയ്യുന്നു. കാലാകാലങ്ങളിൽ അല്ലാഹു വിവിധ പ്രദേശങ്ങളിൽ നിരന്തരമായി പ്രവാചകന്മാരെ അയച്ചു പോന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും സുപ്രധാനമായി മാനവരാശിയെ ക്ഷണിച്ചു പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശത്തിലേക്കാണ്. അത് സ്വർഗത്തിൻ്റെ താക്കോലാണ്, നരകവിമുക്തിയുടെ അടിസ്ഥാനപരമായ കാരണമാണ്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അനേകം സൂക്തങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനേകം പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറഞ്ഞത്, തീർച്ചയായും നിനക്ക് മുൻപ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അഥവാ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹില്ലെന്നും എന്നെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നും വഹി നൽകാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട, ഇപ്പോൾ ഈ ചർച്ചയിലെ ഇരു കക്ഷികളും സമ്മതിച്ചതുമായ സുപ്രധാനമായൊരു സംഗതിയുണ്ട്. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതപ്പെട്ടവൻ, തരപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാതെ ആരും അതിന് തരപ്പെട്ടവനായിട്ടില്ല എന്നാണ്. ആ ഇബാദത്തിനെ സംബന്ധിച്ചാണ് മുഖ്യമായും നമ്മുടെ ചർച്ച. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞത്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നത് തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. എന്താണ് ഇബാദത്ത് എന്ന പദത്തിൻ്റെ പ്രാധാന്യം എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ അർത്ഥകൽപ്പനകൾ ഏതെല്ലാം തരത്തിലാണ് ഉള്ളതെന്ന് വിശദീകരിക്കും മുൻപ് സർവസമ്മതമായി എല്ലാവരും അംഗീകരിക്കുന്ന, വിശ്വസിച്ചു പോരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അള്ളാഹു മാത്രമാണ് മനുഷ്യന്റെ ഇബാദത്തിന് അർഹതപ്പെട്ടവൻ. അള്ളാഹു അല്ലാത്ത ആർക്കും ഇബാദത്ത് അർഹതപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു പോകുന്ന പക്ഷം, അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെടുന്ന പക്ഷം, അത് അവർക്കുള്ള ഇബാദത്തായി തീരുകയും അത് ശിർക്കായി തീരുകയും ചെയ്യുന്നു. ശിർക്ക് ഇസ്ലാം എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരിലൂടെ ഈ ലോകത്തിന് താക്കീത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാപമാണ്, മഹാപാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ. സൂറത്തുൻ നിസാ. അല്ലാഹു അവനിൽ ശിർക്ക് വെക്കപ്പെടുന്നത് പൊറുക്കുകയില്ല, അതല്ലാത്തത് അതിൻ്റെ താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കും എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ വേറെയും
നമുക്കറിയാം. ഏതെങ്കിലും കാരണവശാൽ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുക വഴി ശിർക്ക് സംഭവിച്ചു പോയാൽ തീർച്ചയായും അവന് സ്വർഗം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗം നിഷിദ്ധമാക്കപ്പെടാൻ മാത്രം, സ്വർഗം ഹറാമാക്കപ്പെടാൻ മാത്രം ഗൗരവതരമായ ഒരപരാധമാണ്, മഹാപാപമാണ് ശിർക്ക് എന്ന് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് സുമർ. നിനക്ക് മുൻപ് ഈ ലോകത്ത് നിയുക്തരായ അഖില പ്രവാചകന്മാർക്കും സന്ദേശം നൽകപ്പെട്ടതിന്റെ കാതൽ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ശിർക്ക് നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ നീ ഇതപര്യന്തം ചെയ്ത അമലുകൾ അത്രയും കർമ്മങ്ങളൊക്കെയും ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോവുകയും ചെയ്യും എന്നാണ്. ഇനിയും അനവധി ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ ഇബാദത്തിന്റെയും ശിർക്കിന്റെയും പ്രാധാന്യത്തെ സംബന്ധിച്ച്, അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ഈ ഇബാദത്ത്? നന്നെ ചുരുങ്ങിയത് ഒരു വിശ്വാസി 17 തവണ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്ന് ഒരു പ്രതിജ്ഞയായി പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. ഈ പ്രതിജ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു സംഗതിയാണ്. അള്ളാഹുവിന് മാത്രം ചെയ്യാവുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാകുന്നതും അതോടുകൂടി കർമ്മങ്ങൾ അത്രയും ബാത്തിലാകാവുന്നതും അതോടുകൂടി സ്വർഗം ഹറാമാക്കപ്പെടാവുന്നതുമായ ഒരപരാധമാണിത് എന്നിരിക്കെ ഒരു വിശ്വാസി, ഒരു മുസൽമാൻ എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമായി തീരുന്നു. സ്വാഭാവികമായും ഇബാദത്ത് എന്ത് എന്ന നമ്മുടെ അന്വേഷണത്തിൽ ആദ്യം തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വരേണ്ടത് പരിശുദ്ധ ഖുർആന്റെ വാക്കുകൾ തന്നെയാണ്. പ്രവാചകന്റെ ഹദീസും പരിശുദ്ധ ഖുർആന്റെ വാക്കും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു പ്രമാണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ് ഇബാദത്ത്? അൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ ഹുവൽ ഇബാദ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ദുആ ഹുവൽ ഇബാദ, തീർച്ചയായും പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. സുമ്മ ഖറഅ, പിന്നീട് പ്രവാചകൻ ഖുർആന്റെ സൂക്തം ഓതി, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. എന്നോട് ഉത്തരം ചെയ്യുന്നതിന്, എന്നോട് പ്രാർത്ഥിക്കുന്നതിന് ആര് അഹങ്കരിക്കുന്നുവോ എന്ന് പറയാവുന്നതിന് പകരം പടച്ച തമ്പുരാൻ അവിടെ പ്രയോഗിച്ച പദം ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. എന്നോട് ദുആ ചെയ്യണം, അങ്ങനെ എന്നോട് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകാത്ത പക്ഷം, എന്നോട് ദുആ ചെയ്യണം, അങ്ങനെ എന്നെ ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകാത്ത പക്ഷം അവർ നിന്ദ്യരായി, അപമാനിതരായി നരകത്തിൽ പ്രവേശിക്കുന്നതാകുന്നു എന്നാണ്. ഈ വിഷയത്തിൽ നമുക്കൊരു തർക്കമുണ്ടാകാം. പക്ഷെ ആ തർക്കത്തിന് ഞങ്ങൾക്ക് കൂടി സമ്മതമുള്ള, ഈ അഭിപ്രായ വീക്ഷണ ലോകത്ത് ഞങ്ങൾക്ക് കൂടി സമ്മതമുള്ള ഒരു പ്രമാണം നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നു. ഇവിടെ പ്രാർത്ഥന എന്നതിന്റെ ആശയവും ഇലാഹിൽ നിന്ന് മനുഷ്യന് പ്രതീക്ഷിക്കുന്ന സഹായത്തിന്റെ സ്വഭാവവും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ ഞാൻ എൻ്റെ ഭൃത്യനെ വിളിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് രോഗം ബാധിക്കുകയും ചികിത്സക്കായി ഭിഷഗ്വരനെ സമീപിക്കുകയും ചെയ്യുന്നു. ഇതിനൊന്നും പ്രാർത്ഥന അഥവാ ദുആ എന്ന് പറയുകയില്ല. ഭൃത്യനെയോ ഭിഷഗ്വരനെയോ ദൈവമാക്കിയെന്ന് അതിനർത്ഥവുമില്ല. കാരണം ഇതെല്ലാം കാര്യകാരണ വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്നു. കാര്യകാരണ വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്നു, അതിനതീതമല്ല. എന്നാൽ എനിക്ക് ദാഹിക്കുമ്പോഴോ രോഗം ബാധിക്കുമ്പോഴോ ഞാൻ ഭൃത്യനെയോ വൈദ്യനെയോ വിളിക്കുന്നതിന് പകരം ഏതെങ്കിലും വലിയനെയോ ദേവതയെയോ ആണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അവരെ ഇലാഹാക്കലും അവരോട് പ്രാർത്ഥിക്കലുമാകുന്നു. കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള കാര്യമാണ് ഈ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മൗദൂദി സാഹിബ് തുടരുന്നു, എന്തുകൊണ്ടെന്നാൽ ഞാൻ വിളിക്കുന്ന വലിയ
എന്നിൽ നിന്നും ശതക്കണക്കിന് നാഴികകൾ അകലെയുള്ള ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. എന്നിരിക്കെ അദ്ദേഹത്തെ വിളിക്കുന്നതിനർത്ഥം അദ്ദേഹം എല്ലാം കേൾക്കുന്നവനും അഥവാ സമീഉം, എല്ലാം കാണുന്നവനും അഥവാ ബസീറുമാണെന്ന് ഞാൻ കരുതുന്നു എന്നത്രേ. കാര്യകാരണ വ്യവസ്ഥയുടെ ലോകത്തിന്മേൽ അദ്ദേഹം ആധിപത്യം ചെലുത്തുന്നുണ്ടെന്നും അതുകൊണ്ട് എനിക്ക് വെള്ളം എത്തിച്ചു തരുവാനും അഥവാ എന്റെ രോഗം സുഖപ്പെടുത്തുവാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുമാകുന്നു. ഇത് തന്നെയാണ് പ്രാർത്ഥനയുമായി ദുആയുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണ നിലയിൽ മനുഷ്യ സഹജമായ ആവശ്യങ്ങൾ പരസ്പരം പറഞ്ഞവതരിപ്പിക്കുകയോ ചോദിച്ച് നേടുകയോ ചെയ്യുന്നതിന് ദുആ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അത് ഭൗതികമായ ഒരു ലോകത്തെ സ്വാഭാവികവും അനിവാര്യവുമായ ഒരു വ്യവഹാരമാണ്, ഇടപാടാണ്. നേരെ മറിച്ച് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിനുള്ള അവകാശങ്ങൾ മറ്റുള്ളവർക്ക് പതിച്ചോ വകവെച്ചോ കൊടുക്കുന്ന രീതിയിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദുആ എന്ന് മൗദൂദി സാഹിബ് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന കൃതിയിൽ നിന്ന്. ഇതാണ് ദുആ. സയ്യിദ് മൗദൂദി സാഹിബ് പറഞ്ഞ ദുആ. ഈ ദുആ അതാണ് ഇബാദത്ത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതിനെ പ്രമാണമാക്കിയും അതിനെ പ്രബലപ്പെടുത്തിയുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ അതെന്നോട് വേണം, എനിക്ക് മാത്രമായിരിക്കണം, ആര് എന്നോട് ദുആ ചെയ്യുന്നതിന് വിമനസ്കരായി മടിച്ചും കിബിറൻ കാണിക്കുന്നുവോ അവർ നരകാവകാശികളായിരിക്കും എന്ന് വ്യക്തമായും സൂചിപ്പിച്ചിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പരമപ്രധാനമായ സംഗതിയാണ്. 7 മഹാപാപങ്ങളിൽ ഒന്ന് അതാണല്ലോ ശിർക്ക്. അതിൽ ആദ്യത്തേതാണല്ലോ ശിർക്ക്. ആ ശിർക്ക് ഒരിക്കലും സംഭവിച്ചു പോകാതിരിക്കുവാൻ. എന്നാൽ ഇബാദത്ത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അതിന്റെ കാതലായ ഭാഗം പ്രവാചകൻ വിശദീകരിച്ചു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പ്രവാചകൻ ഉദ്ധരിച്ചു. മുസ്ലിം ലോകത്തെ ഇസ്ലാമിലെ ഇബാദത്ത് എന്താണ് എന്ന് വളരെ വ്യക്തമായും കൃത്യമായും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അതിലെന്തെങ്കിലും ഒരു സംശയം ബാക്കി ഉണ്ടാകുമെങ്കിൽ ആ ദുആ വരുമ്പോഴേ ഇബാദത്താകൂ. പ്രാർത്ഥനയുടെ അസാന്നിധ്യത്തിലോ അഭാവത്തിലോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വിചാരത്തിലോ വിശ്വാസത്തിലോ അല്ലാതുള്ള ഒരു കർമ്മവും ദുആയല്ലെന്നും ദുആയില്ലാത്തത് ഇബാദത്തല്ലെന്നും മൗദൂദി സാഹിബ് ഇതിലൂടെ നേരത്തെ ഞാൻ വായിച്ച ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന ഗ്രന്ഥത്തിലെ കൃത്യമായ പരാമർശത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഇബാദത്ത് എന്നതിന് മുസ്ലിം ലോകത്ത് നിരാക്ഷേപം പറയപ്പെടുന്ന ഒരു വിവക്ഷയുണ്ട്, ഒരു താല്പര്യം. അത് അഖ്സ്വ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, വിനയത്തിന്റെയും വിധേയത്വത്തിന്റെയും അങ്ങേ അറ്റത്തിനും അപ്പുറം, അഥവാ അങ്ങേ അറ്റം, ഇനി അതിനപ്പുറം ഒരറ്റമില്ല നമുക്ക് എടുത്തു പറയാൻ. ഇതാണ് നിരാക്ഷേപം മുസ്ലിം ലോകത്ത് നിലവിലിരുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട വിവക്ഷയും താല്പര്യവും. ഈ നിർവചനം പറയാത്തവരാരുണ്ട് എന്ന് പറയുകയാകും ഭേദം. അത്രയേറെ മുസ്ലിം ലോകത്ത് ചിരപരിചിതരായ മുഴുവൻ മുഫസ്സിറുകളുടെയും ധാരണ, അവരുടെ വിശ്വാസവും ഇബാദത്ത് സംബന്ധിച്ച വീക്ഷണവും ഈ വഴിക്കായിരുന്നു എന്ന് മനസ്സിലാക്കാം. സൂചനകൾ മാത്രം പറയുകയാണ്. തഫ്സീറുൽ കശാഫ്, തഫ്സീറുൽ ബൈളാവി, തഫ്സീറുൽ നസഫി, തഫ്സീർ റൂഹുൽ മആനി, ഫത്ഹുൽ ഖദീർ, തഫ്സീർ അബി സഊദ് എന്നിങ്ങനെ പൂർവികരും തൻതാവിയെ പോലെ ആധുനികരുമായ ആളുകൾ ഗായത്തു തദല്ലുലി വതഅലീം, വിനയത്തിന്റെയും അങ്ങേ അറ്റത്തെ തഅലീമിന്റെയും മഹത്വവൽക്കരണത്തിന്റെയും മഹത്വപ്പെടുത്തലിന്റെയും അറ്റം എന്ന് ഇതേ വാക്കിനെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും പറഞ്ഞത് അതിപ്രഗത്ഭരായ ഇമാം റാസി, ഖാസിൻ, നൈസാബൂരി, അൽ അമർദസരി, അൽ വാലിഹ് പോലുള്ള തഫ്സീറുകളിലാണ്. അൽ ഖുശൂഉ വദില്ലത്തു വൽ ഇസ്തികാന, ഭയഭക്തിയും വിനയവും താഴ്മയും എല്ലാം അടങ്ങുമ്പോൾ അതാണ് ഇബാദത്ത്, അപ്പോഴേ ഇബാദത്താകൂ എന്ന് വിശദീകരിച്ചത് തഫ്സീർ ഉത്തബിരി. കമാലുൽ ഹുബ്ബി വൽ ഖൗഫി വൽ മഹബ്ബ എന്നിങ്ങനെയും ഈ വിഷയത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഇബ്നു കസീർ ഈ വിഷയത്തിൽ വൽ ഇബാദത്തു ഫിൽ ലുഗ മിന ദില്ല, വൽ ഇബാദത്തു ഫിൽ ലുഗത്തി മിന ദില്ല
യുഖാലു ത്വരീഖുൻ മുഅബ്ബദു വബഈറുൻ മുഅബ്ബദു ഐ മുദല്ലലു വഫി ശർഇ ഇബാറത്തുൻ അമ്മാ യജ്മഉ കമാലൽ മഹബ്ബത്തി വൽ ഖുദൂഇ വൽ ഖൗഫ്. സമ്പൂർണമായ സ്നേഹത്തിന്റെയും സമ്പൂർണമായ വിനയത്തിന്റെയും സമ്പൂർണമായ ഭീതിയുടെയും സമന്വിത രൂപമാണ്, അതിന്റെ സമഞ്ജിത രൂപമാണ് ഇബാദത്ത് എന്ന് അദ്ദേഹം സംക്ഷിപ്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. ഇതാണ് മുസ്ലിം ലോകത്ത് നിലവിലുണ്ടായിരുന്ന മൗലികവും അതേസമയം സുസമ്മതവുമായ നിലപാട് എന്നിരിക്കെ 1930കളിൽ സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് വരുന്നതോടു കൂടിയാണ് ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്താദ്യമായി ഇബാദത്ത് എന്താണ്, അത് ദുആയാണ്. ഈ ദുആ എന്താണ്, അത് മൗദൂദി സാഹിബ് തന്നെ സമ്മതിച്ചതുപോലെ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതുമായ തികച്ചും അഭൗതികമായ ഒരു വ്യവഹാര മേഖലയാണ്. അതാണ് ദുആ. ഇങ്ങനെയൊക്കെ ഉള്ള ധാരണ മുസ്ലിം ലോകത്ത് നിലനിൽക്കെ മൗദൂദി സാഹിബ് ഇതിന് 1930കളിൽ നവീനമായ ചില കാഴ്ചപ്പാടുകളും വ്യാഖ്യാനങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി. ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന വിഖ്യാതമായ മൗദൂദി സാഹിബിന്റെ കൃതിയിലൂടെ അദ്ദേഹം ഈ വിഷയം മുസ്ലിം ലോകത്ത് അവതരിപ്പിച്ചു. അന്ന് വരെ എന്താണ് ഇലാഹ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദാണ്. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ടവൻ. അപ്പൊ എന്താ ഇബാദത്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആ അതിലെ അനിവാര്യമായ സാന്നിധ്യമാണ്. ദുആ ഇല്ലാതെ ഇബാദത്തില്ല. അപ്പൊ ദുആയോ, ദുആ അഭൗതിക ലോകത്തിനും ഭൗതിക ലോകത്തിനും കാര്യകാരണ ബന്ധങ്ങൾക്കും അപ്പുറമുള്ളതാണ്. ഇതെല്ലാം വിശദീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെ നവീനമായ തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഖുർആൻ കി 4 ബുനിയാദി ഇസ്തിലാഹൻ എന്ന കൃതിയിൽ, ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞു, ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ ചതുർപദങ്ങളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം മൗലികമായ ഈ പദാവലികളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്നാൽ ഖുർആന്റെ അവതരണ വേളയിൽ സുഗ്രാഹ്യമായിരുന്ന ഈ പദങ്ങളുടെ മൗലികാശയങ്ങൾ പിൽക്കാല നൂറ്റാണ്ടുകളിൽ ക്രമേണ മാറിക്കൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ പ്രസ്തുത പദങ്ങൾക്ക് അവയുടെ വിശാലമായ അർത്ഥം നഷ്ടപ്പെടുകയും അങ്ങേയറ്റം പരിമിതവും അവ്യക്തവുമായ ആശയങ്ങളിൽ അവ ഒതുങ്ങിപ്പോവുകയും ചെയ്തു. കളങ്കമറ്റ അറബി ഭാഷാസ്വാദനത്തിൽ സംഭവിച്ച അപജയമായിരുന്നു അതിനൊരു കാരണം. ഖുർആന്റെ അവതരണ വേളയിൽ അനിസ്ലാമിക സമൂഹത്തിൽ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ പദങ്ങൾക്ക് പ്രചാരത്തിലുണ്ടായിരുന്ന അർത്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അവശേഷിച്ചിരുന്നില്ല. ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിങ്ങൾക്ക് ഖുർആൻ അവതരണ കാലത്ത് അറിയാമായിരുന്ന അതിന്റെ വിശാലമായ ശരിയർത്ഥങ്ങൾ അറിയാമായിരുന്നില്ല, അവശേഷിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നതാണ് മറ്റൊരു കാരണം. ഈ 2 കാരണങ്ങളാൽ പിൽക്കാലത്ത് വന്ന ഭാഷാകൃതികളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മിക്ക ഖുർആനിക പദങ്ങളെയും അവയുടെ മൗലികമായ ഭാഷാർത്ഥങ്ങൾക്ക് പകരമാണ് ഭാഷാർത്ഥങ്ങൾക്ക് പകരം അന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങളിൽ വിശദീകരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്, ഉദാഹരണത്തിന് ഇലാഹ് എന്ന പദം, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി ബന്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് മുസ്ലിം ലോകത്തിന്റെ അല്ലാഹു കൈമാറിയ ഇതപര്യന്തമുള്ള സന്ദേശങ്ങളുടെ കാതൽ, ആദർശത്തിന്റെ കാമ്പതാണ്. ആ ഇലാഹ് എന്ന വാക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ഖുർആൻ അവതരിച്ച കാലം പിന്നിട്ട് അധികം വൈകാതെ തന്നെ ഇലാഹ് എന്ന വാക്കിന്റെ യഥാർത്ഥമായ വിവക്ഷയും താല്പര്യവും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മുസ്ലിം ലോകം ഉണ്ടായി എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് വ്യക്തമായും വിശുദ്ധ ഖുർആന്റെ പ്രസ്താവത്തിന്റെ ഖണ്ഡനമാണ്. എന്താ ഖുർആൻ പ്രസ്താവിച്ചതെന്ന് കേൾക്കണ്ടേ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ തീർച്ചയായും നാം ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതുമാണ് എന്ന ഖുർആനിക പ്രഖ്യാപനം കേവലം അക്ഷരങ്ങളെ എവിടെയെങ്കിലും അല്ലാഹു സംരക്ഷിക്കും എന്നതല്ല എന്ന് മുസ്ലിം ലോകം സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട പരമപ്രധാനമായ ഇസ്ലാമിക ആദർശം എന്ന തൗഹീദിന്റെ അസ്ഥിവാരമായി നിലകൊള്ളുന്ന ഇലാഹ് എന്ന വാക്ക്, റബ്ബ് എന്ന പദം, ഇബാദത്ത് എന്ന ശബ്ദം, ഇതൊക്കെ മുസ്ലിം ലോകത്തിന് അജ്ഞാതമാവുക എന്ന് വ്യാഖ്യാനിച്ചാൽ അതിന്റെ അർത്ഥം
മൗദൂദി സാഹിബ് വരുന്നത് വരെയുള്ള ദീർഘമായ നൂറ്റാണ്ടുകളിൽ ഇലാഹ് എന്താണെന്നോ, റബ്ബാരാണെന്നോ, ഇബാദത്തിന്റെ വിവക്ഷ എന്താണെന്നോ, ദീൻ എന്നതിന്റെ വിവക്ഷിതം എന്താണെന്നോ അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ സംഗതി. സത്യത്തിൽ നിലകൊള്ളുന്ന ഹക്ക് എന്താണോ, ഹക്ക് അതാ, അത് മൗലികേതരം എന്ന് വേർപെടുത്താതെ സത്യം എന്താണോ ആ സത്യം യഥോചിതം യഥാവിധി മനസ്സിലാക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന പ്രവാചക വചനത്തിനും വിരുദ്ധമാണ് മൗദൂദി സാഹിബിന് ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ പദങ്ങൾക്ക് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. നോക്കൂ, അദ്ദേഹം എന്താ അതിന് വ്യാഖ്യാനം നൽകിയത് എന്ന് കൂടി കേൾക്കട്ടെ. മുസ്തലഹാത്തിലൂടെ അദ്ദേഹം പറഞ്ഞു, ഇബാദത്ത് തഫീമുൽ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു വിശ്വാസി 17 തവണ നന്ന ചുരുങ്ങിയത് ഒരു പ്രതിജ്ഞയായി പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഇയ്യാക നഅ്ബുദുവിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മൗദൂദി സാഹിബ് തന്റെ പുതിയ നവീനമായ മുസ്ലിം ലോകത്തിന് അന്നോളം അപരിചിതമായ ആശയങ്ങൾ നിരത്തിവെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇബാദത്ത് എന്ന പദം അറബി ഭാഷയിൽ 3 അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. 1 പൂജ, ആരാധന. 2 അനുസരണം, ആജ്ഞാനുവർത്തനം. 3 അടിമത്തം, ദാസ്യവൃത്തി. ഇവിടെ ഈ 3 അർത്ഥങ്ങളും ഒന്നിച്ചുദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇയ്യാക നഅ്ബുദുവിൽ ഈ 3 അർത്ഥങ്ങളും ഒന്നിച്ചുദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതായത്, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നവരും നിന്റെ ആജ്ഞാനുവർത്തികളും നിനക്ക് അടിമപ്പെടുന്നവരുമാണ്. ഈ നിലകളിലെല്ലാം നിന്നോട് ഞങ്ങൾ ബന്ധപ്പെടുന്നു എന്നതല്ല, നിന്നോട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പ്രസ്തുത 3 അർത്ഥങ്ങളിൽ യാതൊരർത്ഥത്തിലും ഞങ്ങൾക്ക് മറ്റൊരു മഅബൂദ് അഥവാ ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ ഇല്ല തന്നെ. തഫീമുൽ ഖുർആൻ അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ആദ്യ അധ്യായത്തെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ സംഗതികൾ. ഇതിന്റെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അടിമവേല, അനുസരണം, ആരാധന എന്നിങ്ങനെ ഈ മൂന്നർത്ഥവും അദ്ദേഹം കൽപ്പിച്ചു നൽകിയല്ലോ. ഇവിടെ നാം ശരിക്കും മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു സംഗതിയുണ്ട്. ഇത് എത്ര കണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മൗലിക പ്രമാണങ്ങളോട് ഒത്തുപോകുന്നു എന്നതാണത്. ഇത് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ആരാധന എന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ നിരാക്ഷേപം സമ്മതിച്ചു പോന്നിരുന്നത് ഈ അർത്ഥകൽപ്പനയ്ക്കും അർത്ഥസങ്കല്പത്തിനും അപ്പുറം ഇങ്ങനെ ഒരർത്ഥം കൂടി ഈ ഇബാദത്ത് എന്ന വാക്കിന് ബാധകമാണ്. അടിമത്തം അതിൽപ്പെടും, അനുസരണം അതിൽപ്പെടും, ആരാധനയും അതിൽപ്പെടും എന്നിങ്ങനെ ഈ 3 വിവക്ഷയും ഇബാദത്ത് എന്ന പദവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞതോടുകൂടി മുസ്ലിം ലോകത്ത് തീർച്ചയായും അത് വമ്പിച്ച ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചു. ഇവ 3 അള്ളാഹ്ക്ക് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞു വെച്ചു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതുപോലെ ഇതിൽ തർക്കമില്ലല്ലോ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ അത് ശിർക്കാകും എന്നതുപോലെ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അള്ളാഹുവിന് മാത്രമേ അടിമവേല ആകാവൂ എന്നും അദ്ദേഹം വാദിച്ചു. ഇവിടെ തീർച്ചയായും ഇങ്ങനെ അർത്ഥം പറഞ്ഞ് ഈ തെറ്റിദ്ധാരണാജനകവും അടിസ്ഥാനരഹിതവുമായ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിച്ചതിന്റെ ഫലം ഇതല്ലാത്ത ഈ വിധത്തിൽ ഇബാദത്ത് ഈ 3 അർത്ഥങ്ങളും ഒരുപോലെ ബാധകമായ അടിമവൃത്തി, അനുസരണം, ആരാധന എന്ന ഈ 3 അർത്ഥവും ഒരുപോലെ ബാധകമായ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് പൂർണ്ണമായും ശിർക്കായി തീരുന്നു എന്നതത്രേ. ഇതിന്റെ പരിണത ഫലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന പദവും ഇതാഅത്ത് എന്ന പദവും അനേകം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഇബാദത്ത് എന്ന പദം അള്ളാഹുവിലേക്ക് ചേർത്ത് മാത്രമേ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന നമുക്കിപ്പോൾ തന്നെ ധാരണയുള്ള യാഥാർത്ഥ്യം. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം. എന്നാൽ അനുസരണം എന്നർത്ഥം കൽപ്പിക്കുന്ന ഇതാഅത്ത്, അനുസരണം എന്നർത്ഥം കൽപ്പിച്ചു പോരുന്ന
ഇത്താഅത്ത് അള്ളാഹു അല്ലാത്തവർക്കും അർഹതപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹു അല്ലാത്തവരെ കൂടി പറയാതെ ഇത്താഅത്ത് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ പോലുമില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ നോക്കൂ, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും പ്രവാചകനെയും ആരെങ്കിലും അനുസരിച്ചാൽ അവർ അള്ളാഹുവിങ്കൽ സുസ്ഥാനീയരായിരിക്കും എന്ന് ചുരുക്കം. അവിടെ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക എന്ന് സമ്മതിച്ചും നിർദ്ദേശിച്ചും പറയുന്നു. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫൗലൈക ഹുമുൽ ഫായിസൂൻ. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുകയും അവനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ തീർച്ചയായും അവരാണ് വിജയികൾ എന്ന് ഖുർആൻ പറയുന്നു. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ എന്ന് സൂചിപ്പിക്കുന്നു. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ എന്ന് പറയുന്നു. അങ്ങനെ അനേകം ഏതാണ്ട് 18ഓളം ആയത്തുകൾ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കേണ്ടതാണെന്നും ഇനിയും ചില ആയത്തുകൾ വഉലിൽ അംരി മിൻകും നിങ്ങളിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളെയും നേതാക്കളെയും അനുസരിക്കേണ്ടതാണെന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. എന്താ ഇതിൽ നിന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടത്? ഇബാദത്ത് എന്ന വാക്കിന് അനുസരണം എന്ന അർത്ഥം ഒരു ഉപാധിയും വെക്കാതെ വെറും അനുസരണം എന്ന് മാത്രമാണ് മൗദൂദി സാഹിബ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നതുകൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അനുസരണം, ആ അനുസരണം യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ആകാൻ പാടില്ല. ആയാൽ അത് അവർക്കുള്ള ശിർക്കാണ്, അതുവഴി മുസ്ലിം അല്ലാതായി തീരും എന്നാണ് ആ പറഞ്ഞതിന്റെ ധ്വനി. എന്നാൽ ഇവിടെ ആകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ആയത്ത്, ഭരണാധികാരികളെ അനുസരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ആയത്താണ് ഇവിടെ നാം അനേകം സൂക്തങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടിമവൃത്തി എന്ന പദത്തിന്റെ പൊരുൾ എന്താണെന്ന് പരിശോധിക്കാം. ഇബാദത്ത് എന്ന വാക്കിന് അടിമവേലയെന്നോ അടിമവൃത്തി എന്നോ നിങ്ങൾക്കറിയാം. ഇസ്ലാം മതം എന്ന മൗദൂദി സാഹിബിന്റെ കൃതിയിൽ വളരെ വ്യക്തമായി ഇബാദത്തിന്റെ അർത്ഥം തുടങ്ങുന്നത് തന്നെ, ഇബാദത്തിന്റെ അർത്ഥം അടിമവേല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടിമവേല എന്നാണ്. ശരി, അപ്പൊ അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ഭൗതികമായി പോലും അത് ഭൗതികം അഭൗതികം എന്ന് വ്യവച്ഛേദിക്കാതെ വേർതിരിക്കാതെ അദ്ദേഹം പറഞ്ഞു വെച്ചതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഏതെങ്കിലും നിലക്ക് ഒരു സ്വതന്ത്രനെ അടിമയാക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ലെങ്കിൽ പോലും അടിമകൾ സ്വഹാബികൾ അടക്കമുള്ള ആളുകൾക്കുണ്ടായിരുന്നത് അവിതർക്കിതമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം കേൾക്കുമ്പോ അടിമത്തം എന്ന ആശയമാണ്, അടിമവേല എന്ന ആശയമാണ് ഇബാദത്ത് എന്ന ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഒരു മുസൽമാന്റെ മനോമുകുരത്തിൽ തെളിയുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ സത്യസന്ദേശം അംഗീകരിക്കുന്നതിന്റെ മുന്നുപാധിയാണ് ഈ ഭൗതികമായ ഉമയ്യത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ അടിമത്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കേണ്ടതും മുക്തനായിരിക്കേണ്ടതുമുണ്ട് എന്നല്ലേ അവർ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ചരിത്ര സംഭവം മുസ്ലിം ലോകത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, ഉമയ്യത്തിന്റെ അടിമ എന്ന ഭൗതികമായ അർത്ഥത്തിലും അബ്ദു ശംസ് പോലെ അഭൗതികമായി സൂര്യദാസൻ എന്നിങ്ങനെയുള്ള അഭൗതികമായ അർത്ഥത്തിലും ആ കാര്യം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ ഈ രീതിയിലെല്ലാം വ്യാഖ്യാനിച്ചത് എന്തിനാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിന്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത മുസ്ലിം ലോകത്തിന് പരിചിതമായ അടിസ്ഥാനപരമായ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട്, തഫ്സീറുകളുടെ മൗലികമായ പ്രഖ്യാപനങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ബ്രിട്ടീഷ് ഭരണകൂടത്തെയും ഇന്ത്യയിലെ ഭരണ വ്യവസ്ഥിതിയെയും അംഗീകരിക്കാനും അനുസരിക്കാനും പാടില്ല. അത് ഇബാദത്താണ് അവർക്ക്. നാം ഏത് പ്രദേശത്ത് ജീവിക്കുന്നുവോ, ഏത് പ്രദേശത്ത് നാം ജീവിക്കുന്നുവോ ആ പ്രദേശത്തെ ഭരണാധികാരികളെ നാം ഒരു കാരണവശാലും അനുസരിക്കാൻ പാടില്ല, ഭരണം അനിസ്ലാമികമായിരിക്കുന്നതിനാൽ. അപ്പൊ അനിസ്ലാമികമായ ഭരണകൂടത്തെ അനുസരിക്കുന്നത് പാടില്ലെന്ന് പറയാൻ മാത്രമാണ് ഇബാദത്ത് എന്ന പദത്തിന് മുസ്ലിം ലോകത്തിന് മറുപക്ഷത്ത് നിൽക്കുന്നത് മുഴുവൻ മുസ്ലിം ലോകവും ഒന്നാകെയാണ്. ആ മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വിട്ടുനിന്നു, വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വിട്ടുനിന്നു, ജോലി സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു. അങ്ങനെ ഒരു ബഹുമത സമൂഹത്തിൽ എന്തെല്ലാം പ്രയോജനം ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ടിയിരുന്നുവോ അങ്ങനെ ലഭിക്കേണ്ടിയിരുന്ന പ്രയോജനങ്ങളെ സ്വയം നിഷേധിച്ച് അതിന്റെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ഇബാദത്തിന്റെയും പരിവേഷം ചാർത്തി അതിൽ നിന്ന് മുസ്ലിങ്ങളെ പിറകോട്ട് വലിക്കുക എന്ന മഹാപരാധമാണ് യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബും ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനവും ഇതപര്യന്തം ഈ ആദർശം മുന്നോട്ട് വെക്കുന്നതിലൂടെ ചെയ്തു വെച്ചിട്ടുള്ളത്.
ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുമായി മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവുമായി വിയോജിക്കുന്ന മൗലികമായ കാര്യം. ഇബാദത്തിന് ഇല്ലാത്ത ഈ പൊല്ലാപ്പ്, ഇല്ലാത്ത ഈ അർത്ഥങ്ങൾ, ഇല്ലാത്ത ഈ വ്യാഖ്യാനം പറഞ്ഞതിലൂടെ മുസ്ലിം ലോകത്തെ മുഴുവൻ മുശ്രിക്കാക്കുകയും ഇസ്ലാം തന്നെ അപ്രായോഗികമാണ് എന്ന് വരുത്തി തീർക്കുകയും അനിസ്ലാമികമായ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്നത്, ശ്വാസം കഴിക്കുന്നത്, അനിസ്ലാമികമായ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സ്വീകരിക്കുന്നത്, ജോലി സ്വീകരിച്ച് കുടുംബം പോറ്റുന്നത്, അങ്ങേയറ്റം ഈ നാട്ടിൽ നടക്കുന്ന നിലവിലുള്ള ഈ വ്യവസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതെല്ലാം ശിർക്കാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികളിലും വളരെ വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശിർക്കാണ്. ഇതാണ് ഇബാദത്തിന് ഈ ദുരർത്ഥങ്ങൾ ഇല്ലാത്ത ഈ അർത്ഥങ്ങൾ പറയുന്നതിലൂടെ സംഭവിച്ച ഈ അബദ്ധമാണ് പ്രധാനമായും ഞങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾ മുശ്രിക്കുകളാണ്. നിങ്ങൾ തന്നെ, നിങ്ങളുടെ സ്ഥിതി എന്താണ്? എല്ലാവരും ഈ ഭരണകൂടത്തെ, നാട്ടിൽ ഇസ്ലാമികമല്ലാത്ത ഭരണകൂടമാണ് നിലനിൽക്കുന്ന ഈ ഭരണകൂടത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് മുശ്രിക്കുകളാണോ കാഫിറുകളാണോ എന്നതാണ് വിശദീകരിക്കപ്പെടേണ്ട കാര്യം. അതാണ് മൗലികമായ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് വർഷത്തെ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله. يا حي يا قيوم برحمتك أستغيث. اللهم أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين ولا إلى أحد من خلقك. ബഹുമാന്യനായ അധ്യക്ഷൻ, സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തൗഹീദ്, അതിൽ തന്നെ വരുന്ന ഇബാദത്ത്, ഇത് സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച നടത്തുന്നത്. തൗഹീദിൻ്റെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. തൗഹീദ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു പാഠത്തിൽ മാത്രമാണ് അത് സംബന്ധിച്ചുള്ള പ്രതിപാദനം വന്നിട്ടുള്ളത്. ബനിയൽ ഇസ്ലാമു അലാ ഹംസ അലാ അൻ യുവഹദല്ലാഹ്. 5 കാര്യത്തിലാണ് ഇസ്ലാം പടുത്തുയർത്തിയിട്ടുള്ളത്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. പക്ഷേ മുസ്ലിം സമൂഹം എക്കാലത്തും തൗഹീദ് എന്ന പദം ഈ സംഗതിക്ക് വേണ്ടി അംഗീകരിച്ചു പോന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ഇലാഹ് എന്ന പദത്തിന് മഅബൂദ് എന്നാണ് അർത്ഥം പറയാറുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ മഅബൂദില്ല എന്നാണ് മൊത്തത്തിൽ മുസ്ലിം സമൂഹം അംഗീകരിച്ചു പോന്നിട്ടുള്ള ഈ വിശുദ്ധ വാക്യത്തിൻ്റെ അർത്ഥം. ഇവിടെ മഅബൂദ് എന്നതിൻ്റെ മസ്തറാണ് ഇബാദത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഈ ഇബാദത്ത് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. തൗഹീദിൻ്റെ നിർവചനം എന്താണ്? മഹാനായ ഇസ്ഫറായിനി
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ അശ്അരി ശാഖയിലെ പണ്ഡിതനാണ്. അദ്ദേഹം തൗഹീദിനെ നിർവചിച്ചിട്ടുള്ളത് ഇഫ്രാദുൽ മഅബൂദി ബിൽ ഇബാദ മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാത്തിൻ വഅഫ്ആലൻ എന്നാണ്. മഅബൂദിനെ ഇഫ്രാദുൽ മഅബൂദ് ബിൽ ഇബാദ, ഇബാദത്ത് മഅബൂദിന് മാത്രമായി നൽകുക, മഅ ഇഅ്തിഖാദി വഹ്ദതിഹി, അവൻ്റെ ഏകത്വം വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട്, 3 കാര്യത്തിൽ, ദാത്തൻ ഒന്ന് സത്തയിൽ, വസിഫാത്തിൻ ഗുണത്തിൽ, വഅഫ്ആലൻ പ്രവർത്തികളിലും. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ മഅബൂദിൻ്റെ ഇബാദത്ത് അത് അവന് മാത്രം നൽകുക എന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ മഅബൂദും ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലാ അല്ലാഹ് എന്നതിലെ ഈ മഅബൂദിൻ്റെ മസ്തറായിട്ടുള്ള ഇബാദത്ത് എന്ന പദത്തിന് ഭാഷാകാരന്മാർ എന്തൊക്കെ അർത്ഥം പറഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ലിസാനുൽ അറബിൽ അതിനർത്ഥം പറയുന്നത് അൽ ഇബാദത്തു ഫിൽ ലുഗത്തി അത്താഅത്തു മഅൽ ഖുദൂ, അൽ ഇബാദത്തു ഫിൽ ലുഗത്തി അത്താഅത്തു മഅൽ ഖുദൂ. ഭാഷയിൽ ഇബാദത്ത് എന്ന് പറയുന്നത് ഖുദൂഅോട് കൂടിയുള്ള താഅത്താണ്, അനുസരണമാണ്. ഖുദൂഅ് വിധേയത്വം, രണ്ടാമത്തത് താഅത്ത് അനുസരണം. ഇത് രണ്ടും ചേർന്നതാണ് ഭാഷയിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. ഖാമൂസുൽ മുഹീത്തിൽ പറയുന്നത് അൽ അബ്ദിയ്യത്തു വൽ ഉബൂദിയ്യത്തു വൽ ഇബാദത്തു വൽ ഉബൂദത്തു വൽ ഇബാദത്തു, അൽ അബ്ദിയ്യത്തു വൽ ഉബൂദിയ്യത്തു വൽ ഉബൂദത്തു വൽ ഇബാദത്തു. ഈ 4 പദത്തിൻ്റെയും അർത്ഥം അത്താഅത്തു, താഅത്ത് എന്നാണ് എന്ന് ഖാമൂസുൽ മുഹീത്തിൽ പറയുന്നു. പ്രസിദ്ധ തഫ്സീർ ഇമാം ഖുർത്തുബി അദ്ദേഹം തൻ്റെ തഫ്സീറിൽ പറയുന്നത് അസ്ലുൽ ഉബൂദിയ്യത്തി അൽ ഖുദൂഉ വദ്ദുല്ല്. ഇവിടെ ഉബൂദിയ്യത്ത് എന്ന 4 വാക്ക് പറഞ്ഞതിൽ ഒന്ന് ഉബൂദിയ്യത്താണ്. ഉബൂദിയ്യത്ത് എന്നതിൻ്റെ യഥാർത്ഥ അടിസ്ഥാന സംഗതി വിധേയത്വവും വിനയവുമാണ്. അൽ ഖുദൂഉ വദ്ദുല്ല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബാദത്ത് എന്ന പദത്തിന് അനുസരണം, വിനയം, വിധേയത്വം എന്നൊക്കെയാണ് അർത്ഥമെന്നാണ് ഈ ഭാഷാപ്രയോഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വിനയം എന്നത് അച്ചടക്കത്തെയും താഴ്മയെയും വണക്കത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. വിധേയത്വം എന്നത് മുകളിൽ ഉള്ള ഒരാൾ തൻ്റെ കീഴിലുള്ള ആളോട്, അല്ലെങ്കിൽ മുകളിലുള്ള ആൾക്ക് തന്നോട് എന്തും കൽപ്പിക്കാൻ, ആ കൽപ്പന ഞാൻ പൂർണ്ണമായി അനുസരിച്ചു കൊള്ളും എന്നുള്ള സമ്മതമാണ് വിധേയത്വത്തിൽ അടങ്ങിയിട്ടുള്ളത്. അറബി ഭാഷാകാരന്മാർ ഇബാദത്ത് എന്ന പദത്തിന് നൽകിയിട്ടുള്ള അർത്ഥമാണ് ഈ താഅത്ത്, ഖുദൂഅ്, ദുല്ല് എന്നൊക്കെ പറയുന്ന സംഗതികൾ. താഅത്ത് അനുസരണം എന്ന സംഗതി അത് സമ്മതത്തെയും സംതൃപ്തിയെയും ഉൾക്കൊള്ളുന്ന ഒരു ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സമ്മതമാവേണ്ടതുണ്ട്, അതെനിക്ക് ഇഷ്ടവുമാവേണ്ടതുണ്ട്. അപ്പോഴാണ് അതിന് താഅത്ത് എന്ന് പറയുന്നത്. ഈ അർത്ഥങ്ങൾ അത്രയും ചേർത്ത് വായിക്കുമ്പോൾ ഇബാദത്ത് എന്നതിൻ്റെ ആശയം നമ്മൾക്ക് ഇങ്ങനെ വിവരിക്കാൻ കഴിയും. തൻ്റെ സർവവിധേനയുള്ള സ്വാതന്ത്ര്യവും അടിയറ വച്ചും തൻ്റെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും ആജ്ഞാനിരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊള്ളാനും സർവാത്മന സമ്മതം പ്രകടിപ്പിച്ചും അതിൽ തൃപ്തിയടഞ്ഞും യാതൊരു മുറുമുറുപ്പുമില്ലാതെ മറ്റൊരാൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. മറ്റൊരു വിധം പറഞ്ഞാൽ തനിക്ക് മേൽ മറ്റാർക്കും യാതൊരുവിധ നിയന്ത്രണത്തിനും അധികാരമില്ല, മറ്റാരെയും അനുസരിക്കാൻ താൻ ബാധ്യസ്ഥനുമല്ല. താൻ ആരെ തൻ്റെ ഉടമയും സൃഷ്ടാവും യജമാനനും രാജാവുമായി, അതായത് റബ്ബായി പരിഗണിക്കുന്നുണ്ടോ അവന് മാത്രമേ ആ അധികാരം വകവെച്ചു കൊടുക്കുകയുള്ളൂ, അവന് മാത്രമേ ആ അധികാരമുള്ളൂ. മറ്റാരുടെ മുമ്പിലും താൻ ഏത് വിധത്തിലുള്ള വിധേയത്വം പ്രകടിപ്പിക്കണമെങ്കിലും ആ റബ്ബിൻ്റെ അനുവാദവും നിർദ്ദേശവും വേണ്ടതുണ്ട്. ആ റബ്ബിൻ്റെ അനുവാദമെങ്കിലുമില്ലാതെ പൂർണ്ണ മനസ്സോടെ താൻ ആർക്ക് വിധേയപ്പെട്ടാലും ആരെ അനുസരിച്ചാലും അത് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ശക്തിയെ റബ്ബിൽ പങ്കു ചേർക്കലാതും അത് ശിർക്കായിത്തീരും എന്നുള്ളതാണ്. റബ്ബിനോട് ഏതോ വിധത്തിൽ സമപ്പെടുത്തലും തൻ്റെ സ്വാതന്ത്ര്യത്തെ മറ്റവൻ്റെ മുമ്പിൽ അടിയറ വെക്കലുമാണ്
അങ്ങനെ അംഗീകരിക്കുമ്പോൾ ചെയ്യുന്നത്. ഇബാദത്തിൽ പ്രഥമമായി പരിഗണന അടിമത്വത്തിനാണ്. ഇബാദത്ത് എന്ന സംഗതിയിൽ പ്രഥമമായുള്ള പരിഗണന അടിമത്വത്തിനാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, വിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ സംബോധന ചെയ്തിട്ടുള്ളത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണം. അപ്പം ഞാൻ നിങ്ങളുടെ റബ്ബാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടിമകളായിരിക്കണം എന്നതാണ് ഉഅ്ബുദൂ റബ്ബക്കും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇബാദത്തിൻ്റെ പ്രഥമ പരിഗണന അടിമത്വത്തിനാണ്. പിന്നെ അനുസരണത്തിനുമാണ്. രണ്ടാമത്തത് അനുസരണത്തിന്. കാരണം അടിമ അനുസരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥന എന്നൊരു സംഗതി ഇബാദത്തിലുണ്ട്, അല്ലെങ്കിൽ ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന പോലും യഥാർത്ഥത്തിൽ ഇബാദത്തായി തീരണമെങ്കിൽ അവിടെ ഖുളൂഅ്, ദുല്ല് എന്ന് പറയുന്ന വിധേയത്വം, വിനയം, അഥവാ അടിമത്വം എന്ന സംഗതി അനിവാര്യമായും ഉണ്ടെങ്കിൽ മാത്രമേ ദുആ തീരുന്നുള്ളൂ, അത് ഇബാദത്തായി തീരുന്നു. ഇല്ലെങ്കിൽ അതൊരു വാക്ക് പറയൽ മാത്രമാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുല്ലും ഖുളൂഉം ഇല്ലെങ്കിൽ പിന്നെ ഇവൻ ഈ വാക്ക് ഇങ്ങനെ ഉരുവിടുന്നു എന്നതിലപ്പുറം ഇതിന് ദുആ എന്ന് പറയുകയില്ല. അതുകൊണ്ട് തന്നെ അത് ഇബാദത്തായി തീരുകയുമില്ല. അടിമത്തവും അനുസരണവും ശരീരവുമായി ബന്ധപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ, അത് മനസ്സുമായാണ് യഥാർത്ഥത്തിൽ അത് ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങളൊരാൾക്ക് അയാൾ പറഞ്ഞത് അംഗീകരിക്കുന്നുണ്ടാവാം, അതിൻ്റെ അർത്ഥം നിങ്ങൾ അയാൾ അനുസരിച്ചു എന്നാവണമെന്നില്ല. മറ്റെന്തോ താല്പര്യത്തിന് വേണ്ടി അയാൾ പറഞ്ഞത് കേട്ടു, അത് പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സുമായി ആണ് യഥാർത്ഥത്തിൽ അടിമത്വവും അനുസരണവും ബന്ധപ്പെട്ടിരിക്കുന്നത്. മാനസികമായി ഈ രണ്ട് സംഗതിയിലും അംഗീകരിച്ചിട്ടില്ലാത്ത, ഈ രണ്ട് സംഗതിയും അംഗീകരിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാഹ്യ ചേട്ടകൾ കേവലം കവാത്ത് മാത്രമായിരിക്കും, അത് ഇബാദത്തായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഖുർആനിലെ ഇസ്ലാം, ദീന് എന്ന് തുടങ്ങിയുള്ള പദങ്ങൾക്കും ഈ ആശയം തന്നെയാണുള്ളത്. ഇവിധം പൂർണ്ണ മനസ്സോടെ സ്വയം സമർപ്പിക്കാനും അനുസരിക്കാനും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നത് അവൻ്റെ റബ്ബിനോടാണ്. ഞാൻ നിന്റെ റബ്ബാണ്, നീ എൻ്റെ അബ്ദും. അതിനാൽ നീ പൂർണ്ണാർത്ഥത്തിൽ വിനയ വിധേയത്വം പ്രകടിപ്പിക്കേണ്ടത് എൻ്റെ മുമ്പിലാണ്. നീ നിരുപാധികം അനുസരിക്കേണ്ടത് എന്നെയാണ്. നീ പ്രാർത്ഥിക്കേണ്ടതും നിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും എടുത്തു പറഞ്ഞ് പരിഹാരം തേണ്ടതും എന്നോട് മാത്രമാണ്. ഇവിടെ സൂറത്ത് ബഖറയിലെ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്ന വാക്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. സൂറത്ത് അൻആമിൽ ഖുർആൻ പറഞ്ഞു ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അവനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് അവിടെ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, അവൻ എല്ലാറ്റിൻ്റെയും ഖാലിഖാണ്, സൃഷ്ടാവാണ്. അപ്പോൾ സൃഷ്ടാവായ റബ്ബായിട്ടുള്ള അവൻ്റെ ഉലൂഹിയ്യത്ത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ഉലൂഹിയ്യത്ത് എന്ന സംഗതിയിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇത് നാം മനസ്സിലാക്കുമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഒരേ അടിമക്ക് ഒന്നിലധികം ഉടമകൾ ഉണ്ടാവുക. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഒരടിമക്ക് രണ്ടിൽ കൂടുതലോ ഉടമകളുണ്ടായാൽ ഈ രണ്ട് ഉടമകളും ഈ അടിമയെ ചൊല്ലി ശണ്ട കൂടും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഈ അടിമ രണ്ട് ഉടമകളുടെയും ഇടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളേണ്ടി വരും. അതിലേറെ വിചിത്രവും അപഹാസ്യവുമാണ് അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് മനുഷ്യരായ മനുഷ്യരൊക്കെയും. ഈ അടിമകളായിട്ടുള്ള മനുഷ്യർ അവരിൽ തന്നെയുള്ള ചില ആളുകളെ തങ്ങളുടെ അടിമകളാക്കി വെക്കുക എന്നത് തൗഹീദിൻ്റെ അന്തസ്സത്തക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. അതിലൊക്കെ പുറമെ ഇങ്ങനെയുള്ള ഒരു അടിമത്വം യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ല, അള്ളാഹു അംഗീകരിച്ചിട്ടുമില്ല. അള്ളാഹു മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വതന്ത്രരായിട്ടാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഈ കാര്യമാണ്. മതസ്തഅബത്തുമുന്നാസ് വലഖദ് വലദതുഹും ഉമ്മഹാതുഹും മഹറാറ. നിങ്ങൾ എന്നാണ് മനുഷ്യരെ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ചിട്ടുള്ളത് സ്വതന്ത്രരായിട്ടാണല്ലോ എന്ന് ഉമറിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ഈ അന്തസ്സത്ത, ഇബാദത്തിൻ്റെ ഈ അന്തസ്സത്ത
അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. അദ്ദേഹം ഖുർആനിൽ നിന്നാണ് ഈ ആശയം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഖുർആനിലെ 2 ആയത്ത് നാം വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഒന്ന് സൂറത്ത് അൻആമിലെ ആയത്താണ്. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. ഇവിടെ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ എന്നൊക്കെ അതിനർത്ഥം പറയാം. മിന്ദുൻ അല്ലാഹുവിനോടൊപ്പം എന്നോ അല്ലാഹുവിനെ കൂടാതെ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അങ്ങനെയുള്ളതിനോട് ഇബാദത്ത് ചെയ്യരുത് എന്ന് എന്നോട് നിരോധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇബാദത്ത് എന്ന സംഗതി ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയും. മറ്റൊരായത്ത് സൂറത്ത് ആല ഇംറാനിൽ മാകാന ലിബശരിൻ അൻ യൂതിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ, ഒരു മനുഷ്യന് അല്ലാഹു കിതാബ്, ഹുക്മ്, നുബുവത്ത് എന്നിവ കൊടുക്കുന്നു. സുമ്മ യഖൂല ലിന്നാസ്, പിന്നെ അദ്ദേഹം മനുഷ്യരോട് പറയുന്നു കൂനു ഇബാദല്ലി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ എൻ്റെ കൂടി അടിമകളാകണം, നിങ്ങൾ എൻ്റെ കൂടി അടിമകളാകണം എന്ന് ഈ മനുഷ്യൻ പറയുക ഇതൊരിക്കലും അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ മനുഷ്യനോട് എൻ്റെ അടിമ ആകണം എന്ന് പറയാൻ യാതൊരു നിലക്കും അല്ലാഹു അനുവദിച്ചിട്ടില്ല എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിനുള്ള ഇബാദത്തായി തീരണമെങ്കിൽ ഏതൊരു കാര്യവും ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണെന്നും അല്ലാഹു തൻ്റെ റബ്ബാണെന്നുമുള്ള പൂർണ്ണ ബോധ്യത്തോടും പൂർണ്ണ സംതൃപ്തിയോടും കൂടി പൂർണ്ണ അനുസരണ ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇബാദത്തായിത്തീരുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചും പ്രവാചകന്റെ മാതൃക പിന്തുടർന്നും വേണം ആ കാര്യം ചെയ്യാൻ എന്നത് അതിൻ്റെ ഉപാധിയാണ്. അതോടൊപ്പം ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു സംഗതിയുണ്ട്. ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം അയാൾ മുവഹിദാണില്ല, അയാൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞത് ഖുൽ യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ഷൈഅൻ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. ഒന്ന് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം. ഇത് അല്ലാഹുവിന് മാത്രം ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ ശേഷം പിന്നെ ഖുർആൻ വിശദീകരിക്കുന്നു അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. പോരാ, പരസ്പരം ആരും ആരെയും റബ്ബുകളാക്കുകയില്ല, ആരും ആരുടെയും അടിമകളാവുകയില്ല, ആരും ആരുടെയും ആജ്ഞാനുവർത്തികളാവുകയില്ല, ആക്കുകയില്ല. ഈ കാര്യവും കൂടി അംഗീകരിക്കണം. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. ഇതിന് നിങ്ങൾ സന്നദ്ധരല്ല എങ്കിൽ, ഈ ഒരു സംഗതി നിങ്ങൾ അംഗീകരിക്കാൻ സന്നദ്ധരല്ല എങ്കിൽ ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ ഇതത്രയും അംഗീകരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം, സാക്ഷ്യപ്പെടുത്തണം എന്നവരോട് പറഞ്ഞേക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുവഴി നമ്മളോടുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് ആഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഈ 2 കാര്യമാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, താഗൂത്തിനെ വെടിയുക എന്ന നിർദ്ദേശവുമായി മാത്രമാണ് ലോകത്ത് വന്ന പ്രവാചകന്മാരെ മുഴുവനും ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാവുക, ശിർക്കില്ലാതിരിക്കുക, സൃഷ്ടികളെ റബ്ബുകളാക്കാതിരിക്കുക എന്നത് തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ സംഗതികൾ അനുസരണം, ഉബൂദിയ്യത്ത്, താഅത്ത്, ഉബൂദിയ്യത്ത് എന്നൊക്കെ പറയുന്ന സംഗതി അത് അള്ളാഹുവിനുള്ള ഇബാദത്തായി തീരാൻ വളരെ അനിവാര്യമായ കാര്യം. ഞാൻ പഠിച്ചവനെ നിന്റെ അടിമയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആ ഇബാദത്ത് സ്വീകാര്യമാകാൻ പോകുന്നില്ല. പഠിച്ചവനെ ഞാൻ നിന്നെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്താൽ അത് ഇബാദത്ത്, പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും അത് ഇബാദത്താകാൻ പോകുന്നില്ല. ഇത് അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുമ്പോൾ
ഈ ഘടകങ്ങളൊക്കെയും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതേ അവസരം ഇബാദത്ത് വഴിമാറിപ്പോവാൻ, അത് ശിർക്കായി തീരാൻ ഈ ഉപാധികൾ മുഴുവനും ആവശ്യമില്ല. ഒരാൾ നിരുപാധികമായി സംതൃപ്തിയോടുകൂടി ഒരു സൃഷ്ടിയെ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയെ അനുസരിച്ചാൽ, അയാൾക്ക് താഴത്തർപ്പിച്ചാൽ അത് ശിർക്കാണ് എന്നതിൽ മുസ്ലിം സമൂഹത്തിന് ഇക്കാലം വരെയും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ പൗരാണിക പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിലും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലുമൊക്കെ നിരാക്ഷേപം രേഖപ്പെടുത്തി പോന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വഴിമാറിപ്പോവാൻ ഒരാൾക്ക് ഈ നിലയ്ക്ക് അനുസരണം അർപ്പിച്ചാൽ, അർപ്പിച്ചാൽ അത് ശിർക്കായിത്തീരും. മറ്റൊരാൾക്ക് ഉബൂദിയ്യത്ത് അർപ്പിച്ചാൽ അതും ശിർക്കായിത്തീരും. ഒരാൾ അടിമയാവുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശാരീരികമായി അയാൾക്ക് സേവനങ്ങൾ ചെയ്യുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ അടിമത്വം എന്ന് പറയുന്നത്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഉബൂദിയ്യ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ ഈ താഅത്ത് എന്നതും ഉബൂദിയ്യത്ത് എന്നതും യഥാർത്ഥത്തിൽ മനസ്സുമായി, ഖൽബുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ആരെയാണ് കുടിയിരുത്തുന്നത്? അള്ളാഹുവിനെയാണോ? എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ആബിദാണ്, അബ്ദാണ്, അവൻ്റെ മുത്തിയാണ്. അതേ അവസരം നിങ്ങൾ മറ്റൊരാൾക്കാണ് അവിടെ സ്ഥാനം നൽകുന്നതെങ്കിൽ, അവിടെ കുടിയിരുത്തുന്നതെങ്കിൽ തീർച്ചയായും അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്നതിൽ ഇസ്ലാമിക സമൂഹത്തിന് ഇക്കാലം വരെ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇത് മൗദൂദി സാഹിബോ ജമാഅത്തെ ഇസ്ലാമിയോ മാത്രം ഈ ലോകത്തിൻ്റെ മുമ്പിൽ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യവുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടികളിൽ ആരെങ്കിലും മാനസിക അടിമത്തം അംഗീകരിച്ചാൽ, തിന്മയിൽ സൃഷ്ടികളെ ആരെങ്കിലും അനുസരിച്ചു പോയാൽ തീർച്ചയായും അയാൾ മുശ്രിക്കായി തീരും എന്ന് തന്നെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും, ഇവിടെ തൗഹീദിന്റെ നിർവചനത്തിൽ ഇഫ്രാദുൽ മഅബൂദി ബിൽ ഇബാദ എന്നൊരു പദം ഞാൻ പറയുകയുണ്ടായി, ഇസ്രായിലിനെ ഉദ്ധരിച്ചുകൊണ്ട്. ഇഫ്രാദുൽ മഅബൂദി ബിൽ ഇബാദ, മഅബൂദിനെ ഇബാദത്ത് കൊണ്ട് ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അയാൾക്ക് മാത്രമായി ഇബാദത്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ താഅത്തിനെ സംബന്ധിച്ച് മഹാനായ ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത് കേൾക്കുക. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു, നഹാഹുമുല്ലാഹു തആല അൻ യുശ്രികൂ ബിഹി ശൈഅൻ വ യഅബ്ദു ഗൈറഹു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതും മറ്റൊരാളെ ഇബാദത്ത് ചെയ്യുന്നതും, ഔ യത്തഖിദ ലഹു നിദ്ദൻ വ അദ്ലൻ ഫി താഅത്തി, അനുസരണത്തിൽ അല്ലാഹുവിന് നിദ്ദിനെ, അല്ലാഹുവിന് താഅത്തിന്റെ കാര്യത്തിൽ, അനുസരണത്തിന്റെ കാര്യത്തിൽ പങ്കാളിയെ, സമനെ നിർണയിക്കുകയും ചെയ്യുക എന്ന സംഗതി അള്ളാഹു നിരോധിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫഖാല കമാൽ ലാ ശരീക ലി ഫി ഖൽഖികും വ ഫി റിസ്ഖികും അല്ലദീ അർസുഖുക്കും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം നൽകുന്നത്, വമിൽകി ഇയ്യാക്കും, നിങ്ങൾക്ക് മേൽ എനിക്കാണ് ഉടമാവകാശമുള്ളത്, വനിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാനാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ. ഫകദാലിക് ഫഅഫിരിദു ലി അത്താ, നിങ്ങൾ താഅത്ത് എനിക്ക് മാത്രമായി സമർപ്പിക്കണം. വഅഖ്ലിസൂ ലിൽ ഇബാദ, എനിക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ഇബാദത്ത് നിങ്ങൾ സമർപ്പിക്കണം. വലാ തജ്അലൂ ലി ശരീകൻ വനിദ്ദൻ മിൻ ഖൽഖി, എൻ്റെ സൃഷ്ടികളിൽ ഈ കാര്യത്തിലൊന്നും എനിക്കൊരു പങ്കാളിയെയും കൂട്ടാളിയെയും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയാം, ഫഇന്നകും തഅലമൂന അന്ന കുല്ല നിഅമത്തിൻ അലൈക്കും മിന്നി, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റേതാണ്. മഹാനായ റഷീദ് റിളയുടെ ഒരു ഉദ്ധരണി കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഈ ആയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഫൽ ആയതു തദുല്ലു അലാ അന്നല്ലാഹ തആല ഹുവല്ലദീ യുതാഉ ലിദാതിഹി. ഈ ആയത്ത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നല്ലാഹ തആല ഹുവല്ലദീ യുതാഉ ലിദാതിഹി, അല്ലാഹു മാത്രമാണ് അവനെന്ന നിലയ്ക്ക് സ്വതന്ത്രമായി നിരുപാധികമായി അനുസരിക്കപ്പെടുന്നവൻ. ലിയന്നഹു റബ്ബുന്നാസ്, അവനാണ് അല്ലാഹ് മനുഷ്യരുടെ റബ്ബ്. വഇലാഹും, അവനാണ് അവരുടെ ഇലാഹ്. മലിക്കുഹും, അവനാണ് അവരുടെ മലിക് രാജാവ്. വഹും അബീദുൻ മഗ്മൂറുന ബിനിഅമിഹി, സൃഷ്ടികളാണെങ്കിൽ അവന്റെ അനുഗ്രഹത്താൽ പൊതിയപ്പെട്ടിട്ടുള്ളവരാണ്. വഅന്ന റസൂലഹു, അവന്റെ ദൂതന്മാർ അവരനുസരിക്കേണ്ടതുണ്ട്, ശരിയാണ്. ഈ അനുസരണം എന്ന് പറയുന്നത് ഇന്നമാ തജിബു താഅത്തുഹും ഫീമാ യുബല്ലിഗൂനഹു, അവരെന്താണോ
മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് പ്രബോധനം ചെയ്യുന്നത്, ആ സംഗതിയിലാണ് അവരെ അനുസരിക്കുക എന്ന നിർബന്ധമാകുന്നത്. മിൻ ഹൈസു അന്നഹും റുസുലുഹു, അള്ളാഹുവിന്റെ ദൂതന്മാരാണ് അവരെന്ന നിലക്കാണ്. ലാ ലിദാത്തിഹിം, അവരാണെന്ന നിലക്കല്ല. ലിദാത്തിഹി, സ്വതന്ത്രമായുള്ള അനുസരണം അള്ളാഹുവിന് മാത്രമാണ്. പ്രവാചകന്മാരെ അനുസരിക്കേണ്ടത് ലാ ലിദാത്തിഹിം, അവരാണെന്ന നിലക്കല്ല, അള്ളാഹു നിർദ്ദേശിച്ചു എന്ന നിലക്ക് മാത്രമാണ്. അതിന്റെ ഉദാഹരണവും മിസാലു ദാലിക് അൽ ഹാക്കിം, ഒരു ഭരണാധികാരി തജിബു താഅത്തുഹു, അയാൾ അനുസരിക്കേണ്ടതുണ്ട്. ഏത് കാര്യത്തിൽ? ഫീ തംഫീദ് ശരീഅത്തിൽ മംലക, രാഷ്ട്രത്തിന്റെ നിയമം നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ. വ ഖവാനീനിഹ, അവിടുത്തെ നിയമചട്ടങ്ങൾ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ. വഹുവ മാ യുഅബ്ബിറൂന അൻഹു ബിൽ അവാമിരി റസ്മിയ, ഔദ്യോഗിക നിയമങ്ങൾ എന്ന് സാധാരണ പറയാറുള്ള സംഗതികളാണ് ഇപ്പറഞ്ഞിട്ടുള്ളത് എന്നല്ലാതെ ലിദാത്തിഹി, സ്വതന്ത്രമായുള്ള അനുസരണം അള്ളാഹുവിന് മാത്രമാണ്. കാരണം അത് ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി ഒരാൾ മറ്റൊരാളെ അനുസരിക്കുന്നുവെങ്കിൽ, മറ്റൊരാളുടെ അടിമയായി തീരുന്നുവെങ്കിൽ തീർച്ചയായും അത് ശിർക്കായി തീരും വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലേറെ രസാവഹമായിട്ടുള്ള മറ്റൊരു സംഗതി മഹാനായ റഷീദ് റിള പറയുന്നുണ്ട്. അദ്ദേഹം തൗഹീദിനെ സംബന്ധിച്ച് പറയുന്നത്, വത്തൗഹീദുല്ലദീ യുനാഖിദു അശ്ശിർക്ക്, ഷിർക്കിന് വിരുദ്ധമായി വരുന്ന തൗഹീദ് എന്ന് പറയുന്നത് ഹുവ ഇബാറത്തുൻ, ഇത് നന്നായി ശ്രദ്ധിക്കണം. ഷിർക്കിന് വിരുദ്ധമായി വരുന്ന തൗഹീദ് എന്ന് പറയുന്നത് ഹുവ ഇബാറത്തുൻ അൻ ഇഅ്താഖിൽ ഇൻസാനി മിൻ റിഖ്ഖിൽ ഉബൂദിയ്യത്തി ലികുല്ലി അഹദിൻ മിനൽ ബശരി വകുല്ലി ശൈഇൻ മിനൽ അശ്യാഇ അസ്സമാവിയ്യത്തി വൽ അർദിയ്യ. ഷിർക്കിന് വിരുദ്ധമായ തൗഹീദ് എന്ന് പറയുന്നത് ആകാശ ലോകവുമായോ ഭൂമിയുമായോ ബന്ധപ്പെട്ട മനുഷ്യരോ മറ്റ് ഏത് വസ്തുവുമാവട്ടെ, അങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നതിന് പറയുന്ന പ്രയോഗമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, സയ്യിദ് മൗദൂദി പറയുന്നതല്ല, മഹാനായ റഷീദ് റിള അദ്ദേഹത്തിന്റെ അൽ മനാർ തഫ്സീറുൽ മനാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യരോ മറ്റ് ഏത് സൃഷ്ടിയാവട്ടെ, അത് ആകാശവുമായി ബന്ധപ്പെട്ടതോ ഭൂമിയുമായി ബന്ധപ്പെട്ടതോ ആട്ടെ, അങ്ങനെയുള്ള സകലമാന സൃഷ്ടികളുടെയും അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്, ഒരു സംഗതിയാണ് തൗഹീദ് എന്ന് പറയുന്നത്. അങ്ങനെ വജഅലിഹി ഹുർറൻ കരീമൻ അസീസൻ ലാ യഖ്ളഉ ഖുദുവ ഉബൂദിയ്യത്തി മുത്ലഖ, സ്വതന്ത്രമായി ഇല്ലാ ലിമൻ ഖളഅത് ലഹു ലിസുനനിഹിൽ കായിനാത്, പ്രപഞ്ച വസ്തുക്കൾ ആസകലം ഏതൊരുത്തന്റെ നിർദ്ദേശങ്ങൾക്കാണോ വിധേയപ്പെട്ടിട്ടുള്ളത് അവന് മാത്രമായിട്ടുള്ള ഉബൂദിയ്യത്ത്, ആ ഉബൂദിയ്യത്തല്ലാത്ത മറ്റ് സകലമാന അടിമത്വങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് അവനെ ഹുർറൻ കരീമൻ, മാന്യനായിട്ടുള്ള, അസീസൻ, പ്രതാപവാനായിട്ടുള്ള, സ്വതന്ത്രനാക്കി തീർക്കുന്ന ഒരു പ്രഖ്യാപനമാണ് തൗഹീദ് എന്ന് പറയുന്നത്. മഹാനായ റഷീദ് റിള അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാറിൽ 3-ാം വാള്യത്തിൽ 143-ാമത്തെ പേജിലാണ് ഈ കാര്യവും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ തൗഹീദ്, ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടികളുടെ സകലമാന കേടാകൂടങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവനെ അള്ളാഹുവിൻ്റെ മാത്രം അടിമയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും അങ്ങനെ ഉദാത്തമായ ഒരു സ്വാതന്ത്ര്യം അവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുക. ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ വന്നത്. അതാണ് ഇബാദത്ത്. ഇയ്യാക നഅ്ബുദു, പടച്ചവനെ ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലൊക്കെയും ഞങ്ങൾ നിന്റെ റുബൂബിയത്ത് മാത്രമേ അംഗീകരിക്കൂ. അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലായിരുന്നാലും നിനക്ക് മാത്രമേ ഞങ്ങൾ ഉലൂഹിയ്യത്തും അംഗീകരിച്ചു തരികയുള്ളൂ. അതാണ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. ഈ വസ്തുതയെ നിഷേധിച്ചുകൊണ്ട് ലോകത്താർക്കും ഇസ്ലാമിന്റെ തൗഹീദ് കറകളഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് നാം അർത്ഥശങ്കക്കിടമില്ലാതെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് തൗഹീദിന്റെയും ശിർക്കിന്റെയും പ്രശ്നമാണ്, പരലോകം നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.